ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അഞ്ചാൻ സിനിമയെ കുറിച്ചാണ്. സോ വീഡിയോയിലേക്ക് പോവാം. സൂര്യയെ നായകനാക്കി എൻ ലിംഗോസ്വാമി സംവിധാനം ചെയ്ത് 2014 ഓഗസ്റ്റ് 15 റിലീസ് ചെയ്ത സിനിമയാണ് അഞ്ചാൻ. ഇതൊരു ബോംബെ ബേസ്ഡ് ഗാങ്സ്റ്റർ ആക്ഷൻ എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. ഈ സിനിമയുടെ മെയിൻ ഹൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നടിപ്പിൻ നായകൻ സൂര്യയും അതുപോലെ തന്നെ എൻ ലിംഗോസ്വാമി എന്ന ഡയറക്ടറുമാണ്. കാരണം ആ ടൈമിൽ 2014 സൂര്യ സിംഗം 2 എല്ലാം ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ അടിച്ച് ലെവലിൽ നിൽക്കുന്ന ടൈമായിരുന്നു. അങ്ങനെയാണ് അഞ്ചാൻ കമ്മിറ്റ് ചെയ്തത്. സോ ആ ഒരു ഹൈപ്പും പടത്തിനുണ്ടായിരുന്നു. പിന്നെ ഡയറക്ടറെ നോക്കുകയാണെങ്കിൽ തന്നെ ഡയറക്ടറായിട്ടുള്ള ലിംഗുസ്വാമി, പയ്യ അതുപോലെ തന്നെ വേട്ടൈ, ഈ രണ്ട് സൂപ്പർ ഹിറ്റ് തന്ന ഒരു സംവിധായകനുമായിരുന്നു. അങ്ങനെ ഈ രണ്ട് പേരും ഒന്നിച്ച് ഒരു സിനിമ വരിക എന്ന് പറഞ്ഞപ്പോൾ തന്നെ നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അഞ്ചാൻ്റെ ഫസ്റ്റ് ലുക്ക്, ട്രെയിലറും ടീസറും ഇതൊക്കെ വന്നപ്പോൾ തന്നെ പടത്തിന് എക്സ്ട്രീം ലെവൽ ഹൈപ്പ് കയറി. മെയിനായിട്ട് സൂര്യയുടെ ലുക്ക്, രാജുബ എന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ലുക്ക് കിടു ലുക്കായിരുന്നു. ഇതൊക്കെ പടത്തിനെ നല്ല രീതിയിൽ ഹൈപ്പ് കയറ്റാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ടൈമിൽ ട്രെൻഡിങ് ആയൊരു സംഭവമായിരുന്നു സൂര്യയുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു രൂപ കോയിൻ്റെ ചെയിൻ. അതൊക്കെ അന്നത്തെ കാലത്ത് ട്രെൻഡിങ് ആയിരുന്നു. ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു ഈ ഒരു രൂപ കോയിൻ്റെ ആ ഒരു ചെയിൻ ട്രെൻഡിങ് ആയത്. ഒരുപാട് തവണ ഇട്ട് നടന്നിട്ടുമുണ്ട്. അങ്ങനെ ഹൈപ്പെല്ലാം കയറി പടം റിലീസായി. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു അഞ്ചാൻ സിനിമയ്ക്ക് ഫുൾ ആൻഡ് ഫുൾ കിട്ടിയത്. പടം അങ്ങനെ ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായി മാറി. ഇനി നമുക്ക് അനാലിസിസിലേക്ക് കടക്കാം. അപ്പോൾ അഞ്ചാൻ സിനിമയുടെ വൺ ലൈൻ നോക്കുകയാണെങ്കിൽ, കാണാതായ തൻ്റെ സഹോദരൻ രാജുവിനെ തേടി മുംബൈയിലെത്തുന്ന കൃഷ്ണ തൻ്റെ സഹോദരനെ കുറിച്ചിട്ടുള്ള സത്യങ്ങളെല്ലാം കൃഷ്ണ മനസ്സിലാക്കുന്നു. പിന്നെ സിനിമ ഒരു ടിപ്പിക്കൽ റിവെഞ്ച് രീതിയിലേക്ക് പോകുന്നു. ഇതാണ് അഞ്ചാൻ്റെ വൺ ലൈൻ എന്ന് പറയുന്നത്. നോൺ ലീനിയർ ആയിട്ട് കഥ പറഞ്ഞു പോകുന്നൊരു സിനിമയാണിത്. അതിൻ്റെ ഒപ്പം പ്രത്യേകിച്ച് പുതുമയൊന്നും ഇല്ലാത്ത ഒരു ക്ലീഷേ സ്റ്റോറിയും. ഈ ഒരു സിനിമയിൽ എടുത്തു പറയേണ്ട രണ്ട് ക്യാരക്ടേഴ്സ്, സൂര്യ അവതരിപ്പിച്ച രാജുബായ് എന്ന ക്യാരക്ടറും വിദ്യുത് ജാംവാൽ അവതരിപ്പിച്ച ചന്ദ്രു എന്ന ക്യാരക്ടറും. ഈ ഒരു രണ്ട് ക്യാരക്ടേഴ്സ് എന്നെ പേഴ്സണലി നല്ല രീതിയിൽ ഇമോഷണലി കണക്റ്റ് ആക്കിയിട്ടുണ്ട്. അവരുടെ ആ രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പ് കോംബോ അത് പൊളിയായിരുന്നു. അതിപ്പോൾ കോമഡി സീൻസ് ആയിക്കോട്ടെ, ഇമോഷൻ സീൻസ് ആയിക്കോട്ടെ, ചില മാസ്സായിട്ടുള്ള സീൻസ് ആയിക്കോട്ടെ, എല്ലാത്തിലും അവരുടെ ആ ഒരു ബോണ്ടിങ്ങും കോംബോ എല്ലാം വേറെ ലെവലായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. സ്റ്റാർട്ടിങ് തൊട്ട് ഇൻ്റർവെൽ ബ്ലോക്ക് വരെ സിനിമയുടെ കഥ എന്ന് പറയുന്നത് നോൺ ലീനിയർ ആയിട്ടാണ്. ഫുള്ള് സസ്പെൻസ് കീപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഇൻ്റർവെല്ലിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നുണ്ട്. ആ ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ആ ഇൻ്റർവെൽ ബ്ലോക്ക് വരെയുള്ള ആ ഒരു സസ്പെൻസ് കീപ്പ് ചെയ്ത് പ്രേക്ഷകർക്കത് മനസ്സിലാവാതെ കൊണ്ടുപോകാൻ നമ്മുടെ ഡയറക്ടർക്ക് 100% സാധിച്ചിട്ടുണ്ട്. സിനിമയിലെ സൂര്യയുടെ കോമഡി സീൻസ് എല്ലാം നല്ല ബോറായിരുന്നു. പിന്നെ രാജു സമന്ത കോംബോ, ആ ഒരു കോംബോ കിടുവായിരുന്നു. സംഭവം സമന്തയ്ക്ക് സ്ക്രീൻ സ്പേസ് ഓവർ ഇല്ലെങ്കിലും സ്ക്രീനിൽ വന്ന ടൈമിലല്ല പുള്ളിക്കാരി നൈസായിരുന്നു. പിന്നെ ഈ ഒരു സ്റ്റോറി ശരിക്കും പറഞ്ഞാൽ ഒരു നായികനെ ഡിമാൻഡ് ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ഇതൊരു തമിഴ് സിനിമയാണ്, ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. അതുകൊണ്ട് പിന്നെ നായിക മസ്റ്റാണ്. അറിയാലോ, പൊതുവെ കൊമേഴ്ഷ്യൽ സിനിമകളിൽ നായികമാരെ കൊണ്ടുവരുന്നത് ഹീറോയോടൊപ്പം ജസ്റ്റ് ഒരു സൈഡ് റോളായിട്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഒരു ഐറ്റം സോങ്, അല്ലെങ്കിൽ ഒരു നേവൽ ഡാൻസ്, ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് പൊതുവെ നായികമാരെ കൊണ്ടുവരാറ്. ഇതൊക്കെ തന്നെ ഈ ഒരു സിനിമയിൽ സമന്തയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് എടുത്ത് പറയാവുന്നൊരു റോൾ എന്ന രീതിയിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ സിനിമയിലെ സോങ്സ്, ഒരു ഐറ്റം സോങ് ഒഴിച്ച് ബാക്കി എല്ലാ സോങ്സും കിടുവായിരുന്നു. യുവൻ ശങ്കർ രാജ അറിഞ്ഞു തന്നെ പണിയിട്ടുണ്ട്. അതിപ്പോൾ ബീജിയംസ് ആയാലും, രാജുബായ് ഇൻട്രോ ബീജിയം, രാജു ആൻഡ് ചന്ദ്രു ഫ്രണ്ട്ഷിപ്പ് ബീജിയം, ഇതെല്ലാം പടത്തിൽ പൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫിലെ രാജുബായിയുടെ ഫ്ലാഷ് ബാക്ക് പറയുന്ന സീനുകളെല്ലാം ഗംഭീരായിരുന്നു. അതൊക്കെ പേഴ്സണലി നല്ല രീതിയിൽ എനിക്ക് കണക്റ്റായി. പിന്നെ ഇതിൽ രാജുബായിയുടെ ഫ്ലാഷ് ബാക്ക് പറയുന്ന ഒരു ഏജ്ഡ് ആയിട്ടുള്ള ചങ്ങായി ഉണ്ട്. പുള്ളി രാജുബായിനെ കുറിച്ച് ആ ലെവൽ ഹൈപ്പ് കയറ്റിയാണ് പറയുന്നത്. ശരിക്കും അതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഇന്ന് KGF ആണ് ഓർമ്മ വരുന്നത്. കാരണം KGF ഇറങ്ങുന്നതിന് മുമ്പേ അഞ്ചാലിൽ ഈ സംഭവം അവർ പടച്ചു വിട്ടതാണ്. ആ ഒരു രാജുബായിനെ കുറിച്ചിട്ടുള്ള ഫ്ലാഷ് ബാക്ക് നറേഷൻ എല്ലാം നൈസായിരുന്നു. അങ്ങനെ കൃഷ്ണ തൻ്റെ സഹോദരനായിട്ടുള്ള രാജുവിൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ചന്ദ്രുവും മരിച്ചെന്നും അവരെ അവരുടെ സുഹൃത്തുക്കൾ തന്നെ ചതിച്ചു കൊന്നതാണെന്നും അറിയുന്നു. സിനിമയിൽ ഫ്ലാഷ് ബാക്കിൽ വെച്ചിട്ട് ചന്ദ്രുവിനെ കൊല്ലുന്നൊരു സീനുണ്ട്. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സീനുമാണ്. അപ്പോൾ ഉള്ള ചന്ദ്രുവിൻ്റെ ആ ഒരു പെർഫോമൻസ് ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് ചന്ദ്രു മരിച്ചു കിടക്കുന്നത് കണ്ട് രാജു വരുന്നതും അവിടെ വെച്ചിട്ടുള്ള സൂര്യയുടെ പെർഫോമൻസും എല്ലാം കിടുവായിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ ഇമോഷണലി എനിക്ക് പേഴ്സണലി കണക്റ്റായി. അങ്ങനെ പിന്നെ നേരെ ഇൻ്റർവെൽ ബ്ലോക്കാണ്.
ഇൻ്റർവെൽ ബ്ലോക്കിൽ വെച്ച് നമ്മുടെ രാജുവിനെയും ചന്ദ്രുവിനെയും കൊന്ന എനിമീസ് വരികയാണ്. അവിടെയാണ് കൃഷ്ണനെ എനിമീസ് കാണുന്നതും അവിടെ വെച്ചിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ സീനുണ്ട്. വമ്മാലെ ഇത് താണ്ട സിനിമ. ആ രീതിയിലാണ് ആ ഒരു സീൻ ചെയ്ത് വെച്ചേക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ആ ഒരു ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നത്. ശരിക്കും എല്ലാവരും ഞെട്ടിപ്പോവും. കാരണം കൃഷ്ണയല്ല, രാജു കൃഷ്ണയായിട്ട് വേഷം മാറി വന്നതാണ്. ആരാണ് ചന്ദ്രുവിനെ കൊന്നതെന്ന് അറിയണം. അതിനു വേണ്ടിയാണ് രാജുഭായ് കൃഷ്ണയായിട്ട് വേഷം മാറി വന്നത്. അവിടെ വെച്ച് രാജുഭായിയുടെ വായിൽ നിന്ന് ടൂത്ത് പിക്ക് വരുന്നൊരു സീനുണ്ട്. എൻ്റെ മോനെ, അവിടെ നിന്ന് ഗൂസ് ബംസ് എന്ന് പറയുന്നത്. പിന്നെ ആ ഇൻ്റർവെൽ ബ്ലോക്കിൽ ഒരു ഐക്കോണിക് ഫൈറ്റ് സീനും കിടിലം ഫൈറ്റായിരുന്നു അത്. പിന്നെ ഇൻ്റർവെൽ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് പടം പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്നു. ഫസ്റ്റ് ഹാഫ് നൈസായിരുന്നു. എനിക്ക് നല്ല കിടുവായിട്ട് തന്നെയാണ് ഫീൽ ആയത്. അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് സിനിമയൊരു ടിപ്പിക്കൽ റിവെഞ്ച് രീതിയിലേക്ക് മാറുന്നത്. ചന്ദ്രുവിനെ കൊന്നതിനുള്ള രാജുവിൻ്റെ റിവെഞ്ച്. സെക്കൻഡ് ഹാഫ് മൊത്തം പിന്നെ ചന്ദ്രുവിനെ കൊന്നതിന് തൻ്റെ ഉറ്റ സുഹൃത്തുക്കളെ തേടി പിടിച്ചു കൊല്ലുന്ന രാജുഭായിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സംഭവം ടിപ്പിക്കൽ റിവെഞ്ച് രീതി ആയാലും എനിക്ക് സംഭവം കണക്റ്റ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് പിന്നെ ടോട്ടലൊരു ടിപ്പിക്കൽ റിവെഞ്ച് രീതി ആയി പോയതാണ് പടത്തിനെ മെയിനായിട്ട് ബാധിച്ചത്. അതുമാത്രമല്ല, സെക്കൻഡ് ഹാഫിലുള്ള സോങ്ങിൻ്റെ പ്ലേസ്മെൻറ്റ് എനിക്ക് കുറച്ച് ബോറായി തോന്നി. കാരണം ചെറിയൊരു ഇല്ലോജിക്കൽ പ്രശ്നം എനിക്കവിടെ ഫീൽ ചെയ്തു. ഏക് തോ തീൻ ചാർ എന്ന് പറഞ്ഞ ആ ഒരു സോങ് പാട്ട് കിടുവാണ്, സമന്തയും കിടുവാണ്, സൂര്യയും അതിൽ കിടുവാണ്. എന്നാൽ ലോജിക്ക് പരമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് മൊത്തം റിവെഞ്ചാണ്. ചന്ദ്രുവിനെ കൊന്നതിനുള്ള രാജുവിൻ്റെ റിവെഞ്ച്. ആ ഒരു റിവെഞ്ച് എടുക്കുന്ന ടൈമിലും പെട്ടെന്ന് ഒരു ഹോളി ആഘോഷം കാണുമ്പോഴാണ് രാജുഭായ് ഈ സോങ് ആലോചിക്കുന്നത്. ആ സോങ്ങിനെ കുറിച്ച് ഞാൻ പിന്നെ പറയണ്ടല്ലോ. സമന്തയുടെ നേവൽ ഷോൻ്റെ അഴിഞ്ഞാട്ടായിരുന്നു. റിവെഞ്ച് മൈൻഡിലിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇതുപോലെയൊരു സോങ് ആലോചിച്ചത് എനിക്കൊരു ഇല്ലോജിക്കൽ പ്രശ്നമായിട്ട് തന്നെ ഫീൽ ചെയ്തു. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. രാജു നിൽക്കുന്ന വീട്ടിൽ ഒരു പർദ്ദയിട്ട പെണ്ണുണ്ട്. ആ പെണ്ണ് ക്ലൈമാക്സിൽ സമന്തയാണെന്ന് റിവീൽ ചെയ്യുന്നൊരു സീനുണ്ട്. അത് നൈസായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സീനായിരുന്നത്. അതുപോലെ തന്നെ സിനിമയിലെ വില്ലൻ ഹിന്ദി ആക്ടറായിട്ടുള്ള മനോജ് ബാജ്പായിയാണ് അഞ്ചാൻ സിനിമയിൽ വില്ലനായിട്ട് വന്നത്. വില്ലനൊക്കെ നൈസ് വില്ലനായിരുന്നു. പിന്നെ ക്ലൈമാക്സിലൊരു സംഭവം നടക്കുന്നുണ്ട്. അതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. കാരണം വില്ലൻ ഗ്യാങ് വില്ലനെ തന്നെ ചതിച്ച് രാജുവിൻ്റെ കൂടെ നിൽക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വില്ലന് കൊടുക്കുന്ന ഒരു 8ൻ്റെ പണിയാണത്. കാരണം വില്ലൻ ചന്ദ്രുവിനെ കൊന്നതും ഇതേ രീതി ഉപയോഗിച്ചാണ്, രാജുവിനെ കൊല്ലാൻ നോക്കിയതും ഇതേ രീതി ഉപയോഗിച്ചാണ്. അപ്പോൾ പിന്നെ തിരിച്ച് അതേ രീതിയിൽ തന്നെ ഒരു പണി കൊടുക്കുക, അത് കിടുവായിരുന്നു. ക്ലൈമാക്സ് പിന്നെ എനിക്ക് കുറച്ച് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്തു. അതിന് റീസൺ എന്ന് പറയുന്നത് വില്ലനെ കൊല്ലുന്നതാണ്. വില്ലനെ കുറച്ചുകൂടി ബ്രൂട്ടലായിട്ട് കൊല്ലാമെന്ന് തോന്നി. കാരണം ഉറ്റ സുഹൃത്തായ ചന്ദ്രുവിനെ കൊന്നതല്ലേ. ഇത് വില്ലനെ ജസ്റ്റ് കത്തിയും കൊണ്ട് കുത്തി കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ കുറച്ചുകൂടി ബ്രൂട്ടലായിട്ട് ടൈം എടുത്ത് കൊന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ ക്ലൈമാക്സ്. എന്ന് വെച്ച് ഒരിക്കലും അഞ്ചാൻ എന്ന സിനിമ ഫ്ലോപ്പ് ആവേണ്ടിയിരുന്ന ഒരു സിനിമയല്ല. ഇങ്ങനത്തെ കുറച്ച് മിസ്റ്റേക്സ് മാറ്റി നിർത്തിയ പടം കിടുവാണ്. ശരിക്കും അർഹിച്ച വിജയം കിട്ടാണ്ട് പോയൊരു സിനിമ എന്ന് തന്നെ നമുക്ക് അഞ്ചാനെ പറയാം. ഒരുപക്ഷെ സൂര്യ എന്ന നടൻ ഈ ഒരു സിനിമയിൽ നായകനായതുകൊണ്ടായിരിക്കാം സിനിമയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത്. പൊതുവെ നല്ല കണ്ടൻറ്റുള്ള സൂര്യ സിനിമകളൊന്നും പലയിടത്തും വിജയിക്കാറില്ല. അതിനൊക്കെ എക്സാമ്പിളാണ് 24 ഒക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് അഞ്ചാൻ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ അഞ്ചാൻ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റിൽ പറയുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ സീ യു ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.